എല്ലാവരും ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോയുടെ ഉള്ളടക്കം പാരമ്പര്യ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി ഉള്ളതല്ല. ഇത് തികച്ചും അറിവിനു വേണ്ടിയും അങ്ങനെ ഒരു സുവിശേഷം നിലവിൽ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കിനിയും യൂദാസ് ഇസ്കറിയോത്തിൻ്റെ രഹസ്യ അറിവിലേക്കും സുവിശേഷത്തിലേക്കും പോകാം. അവസാന അത്താഴത്തിൽ ഏർപ്പെടുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് സുവിശേഷത്തിൻ്റെ തുടക്കം. ശിഷ്യന്മാരുടെ തെറ്റിദ്ധാരണയും അജ്ഞതയും കണ്ട് യേശു ചിരിച്ചുവെന്ന് സുവിശേഷം പറയുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും എന്നെ ശരിക്കും അറിയാമോ എന്ന്. യൂദാസ് ഇസ്കറിയോത്തല്ലാതെ മറ്റാരും ശരിയായ ഉത്തരം നൽകിയില്ല. എന്തായിരുന്നു യൂദാസ് ഇസ്കറിയോത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ ഉത്തരം? ഇതായിരുന്നു യൂദാസ് നൽകിയ മറുപടി: നിങ്ങൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എനിക്കറിയാം. നിങ്ങൾ ബാർബലോ എന്ന അനശ്വര മണ്ഡലത്തിൽ നിന്നാണ് വന്നത്. നിങ്ങളെ അയച്ചവൻ്റെ പേര് ഉച്ചരിക്കാൻ ഞാൻ യോഗ്യനല്ല. യേശു പ്രതീക്ഷിച്ചിരുന്ന മറുപടിയും ഇതുതന്നെയായിരുന്നു. യൂദാസിൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു ഒരു ദൈവികനാണ്. ഈ പ്രപഞ്ചത്തിന് മുകളിലുള്ള ഒരു ദൈവിക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വന്നതും. കൃത്യമായി പറഞ്ഞാൽ യേശു ബാർബലോ എന്ന ഒരു യുഗത്തിൽ നിന്നാണ് വന്നത്. ഈ യുഗം വരുന്നത് പേരിടാൻ കഴിയാത്ത പരമമായ അല്ലെങ്കിൽ അത്യുന്നത ദൈവത്തിൽ നിന്നാണ്. യൂദാസിൻ്റെ സുവിശേഷം ജ്ഞാനവാദ വിശ്വാസങ്ങളുമായി യോജിക്കുന്നു. ജ്ഞാനവാദം അല്ലെങ്കിൽ നോസ്റ്റിസിസം. മുഖ്യധാര ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച ആത്യന്തിക ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനാണെന്നാണ് ജ്ഞാനവാദികൾ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് യഥാർത്ഥത്തിൽ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവമല്ല. ജ്ഞാനവാദികൾ പറയുന്ന വിശ്വാസമാണിത്. നമുക്കിനിയും വീഡിയോയുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. യേശുവിൻ്റെ പ്രത്യേക ശിഷ്യനായി യൂദാസ്. ഇതൊരു ശാപമാണോ അനുഗ്രഹമാണോ? മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യൂദാസ് ആവശ്യമായ ഉൾക്കാഴ്ച പ്രകടമാക്കിയതിനാൽ യേശു യൂദാസിനോട് ഇങ്ങനെ ഉപദേശിക്കുന്നു: മറ്റുള്ളവരിൽ നിന്ന് അകന്ന് പോവുക. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. നീ അവിടെ പോകുമെന്നല്ല, പക്ഷേ നീ വളരെ സങ്കടപ്പെടും. യൂദാസിൻ്റെ സുവിശേഷത്തിലെ പ്രപഞ്ചവും സൃഷ്ടിയും ഇങ്ങനെയാണ്. എല്ലാറ്റിൻ്റെയും സത്യ ദൈവം യഥാർത്ഥത്തിൽ മാലാഖമാർ പോലും കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ ആത്മാവാണെന്ന് യേശു യൂദാസിനോട് വിശദീകരിക്കുന്നു. ആർക്കും ആ ദൈവത്തെ കാണാൻ കഴിയില്ലെങ്കിലും ആ അദൃശ്യ ചൈതന്യത്തിൽ നിന്ന് തന്നെ താഴ്ന്ന പ്രകടനങ്ങളുടെ ഒരു പരമ്പര പുറപ്പെടുന്നു. ഇവിടെ പ്രകടനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് മാനിഫെസ്റ്റേഷൻസ്, അതായത് അവതാരങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് ഈ ഒരു പ്രകടനങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസിനെ വ്യക്തിവൽക്കരിക്കാൻ സാധിക്കുകയില്ല. ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രകടനങ്ങളെ നമുക്ക് വേണമെങ്കിൽ കാലമായിട്ടോ യുഗമായിട്ടോ അല്ലെങ്കിൽ ഒരു തലമായിട്ടോ എന്നൊക്കെ പറയാൻ സാധിക്കും. അതുപോലത്തെ ഒരു തലമായ ബാർബലോയിൽ നിന്നാണ് യേശു വന്നതെന്നാണ് ഈ ഒരു സുവിശേഷത്തിൽ പറയുന്നത്. ഈ സുവിശേഷത്തിൽ ബാർബലോയിൽ നിന്ന് അധിക യുഗങ്ങളുടെ ഒരു പരമ്പര ഉയർന്നു വന്നതായി യൂദാസ് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനത്തെ ഒരു പ്രധാന യുഗത്തെ അഡമാസ് എന്ന് വിളിക്കുന്നു. അഡമാസ് അതായത് മനുഷ്യൻ അഥവാ ആദാമിന് അവൻ്റെ സ്വർഗീയ മാതൃകയായിട്ടുള്ള ഒരു തലമാണ് അഡമാസ്. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഈ വീഡിയോയുടെ ഉള്ളടക്കം
തികച്ചും അറിവിനു വേണ്ടി മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും വിശ്വാസത്തെയോ പാരമ്പര്യത്തെയോ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. 2-ാം നൂറ്റാണ്ടിലാണ് ഈ സുവിശേഷം യഥാർത്ഥത്തിൽ രചിക്കപ്പെട്ടത്. ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുമാത്രമല്ല, ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാനും മനസ്സിലാക്കാനും നല്ല പ്രയാസമുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് എവിടെയൊക്കെയോ ഒരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യൂദാസിൻ്റെ സുവിശേഷത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.